ഇന്ത്യൻ വിപണിയിൽ സുസുക്കിക്കുള്ള സ്ഥാനം ചെറുതൊന്നുമല്ല. സുസുക്കിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ഇലക്ട്രിക് വാഹനങ്ങൾ, CNG, ഹൈബ്രിഡ് വാഹനങ്ങൾ തുടങ്ങി ഓരോ മേഖലയിലും കരുത്താകാനുള്ള ശ്രമത്തിലാണ് മാരുതി. ഇപ്പോൾ ആ ശ്രമങ്ങൾക്ക് കരുത്തു പകരാൻ വാഹന നിരയിലേക്ക് സുസുക്കി എത്തിക്കുന്ന ഏറ്റവും പുതിയ മോഡലാണ് വാഹന ലോകത്ത് ഇന്ന് ചർച്ചയാകുന്നത്. ജപ്പാനിൽ ഉൾപ്പെടെ ഹിറ്റായ സ്പേഷ്യയുടെ ഇന്ത്യൻ പതിപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. YDB എന്ന കോഡ് നെയിമിൽ പുറത്തിറങ്ങുന്ന വാഹനം 2026 വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ജപ്പാനിലെ മോഡലിനേക്കാൾ നീളം കൂടുതലായിരിക്കും ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന സ്പേഷ്യയ്ക്ക്. അതുകൊണ്ട് തന്നെ 7 സീറ്റുകൾ വാഹനത്തിൽ പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയറിലും സുപ്രധാനമായ മാറ്റം പ്രതീക്ഷിക്കാം. ജാപ്പനീസ് പതിപ്പിൽ 2 നിര സീറ്റുകളാണെങ്കിൽ ഇന്ത്യൻ പതിപ്പിൽ അത് 3 നിര നൽകിയേക്കും. റെനോ ട്രൈബർ മുഖ്യ എതിരാളിയാകുമെന്ന വിലയിരുത്തലിൽ ആ വാഹനത്തെ കവച്ചു വയ്ക്കുന്ന ഫീച്ചറുകൾ ഇതിലുണ്ടാവും. ജപ്പാൻ പതിപ്പിലുള്ളതുപോലെ ഓട്ടോമാറ്റിക് സീറ്റുകൾ ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന മോഡലിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നിലവിൽ സ്പേഷ്യയ്ക്ക് 658cc 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ടർബോ, നോൺ ടർബോ എഞ്ചിൻ ഓപ്ഷനുകളിൽ വാഹനം പുറത്തിറങ്ങും. CTV ട്രാൻസ്മിഷൻ മാത്രമാണ് നിലവിലുള്ളത്. ഇന്ത്യയിൽ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വിപണിയിൽ വമ്പിച്ച ചലനമുണ്ടാക്കും.